രാമം പുരാണപുരുഷം രമണീയവേഷം രാജാധിരാജമകുടാർച്ചിതപാദപീഠം സീതാപതിം നയനം ജഗദേകവീരം ശ്രീരാമചന്ദ്രമനിശം കലയാനിജിത്തേ ബ്രഹ്മാദിയോഗി മുനിസേവിത സിദ്ധമന്ത്രം ദാരിദ്ര്യദുഃഖഭവരോഗ വിനാശമന്ത്രം സംസാരസാഗര സമുദ്ധരണൈകമന്ത്രം വന്ദേ മഹാഭയകരം രഘുരാമമന്ത്രം. ഇവർ രണ്ടുപേരും കൂടി ആ പാവൻ ലക്ഷ്മണകുമാരനെ വിദ്യാക്കുന്ന ഭാഗം നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്യണം, നീ അഗ്നിമണ്ഡലത്തിൽ ഒളിച്ചിരിക്കണം, മായാസീതനെ പുറത്ത് നിർത്തണം, ലക്ഷ്മണൻ അറിയാൻ പാടില്ല. അവനറിഞ്ഞ് നമ്മൾ ഒരു പ്ലാനും നടക്കൂല എന്നാ പറയുന്നത്. ഈ സമയത്ത് പാപം വന്നു. കൈകൾ നിറയെ ഫലങ്ങളും മറ്റ് ഭക്ഷണയോഗ്യമായ സാധനങ്ങളും ഉണ്ടായിരുന്നു. അവർ ജലം പാനം ചെയ്യുകയും ചെയ്തു. അനന്തരം അവർ മനോഹരങ്ങളെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചു. വനങ്ങളിലെ ശാന്തസുന്ദരമായ അന്തരീക്ഷം മലിനമാക്കുന്ന രാക്ഷസരുടെ ക്രൂരകൃത്യങ്ങളെപ്പറ്റി ഓർക്കുകയും ചെയ്തു. വനജീവിതത്തിന്റെ മാധുര്യത്തെയും പവിത്രതയെയും പറ്റി അവർ പ്രശംസിച്ചു. അവരിൽ നിന്നും വളരെ അകലെയല്ലാത്ത ദിക്കിലപ്പോൾ രാവണനും മാരീചനും തങ്ങളുടെ പരമദുഷ്ടമായ പദ്ധതി പ്രായോഗികമാക്കാനായി അവരെന്ത് ചെയ്തുവെന്നോ, ആശ്രമത്തിൽ എങ്ങനെ പ്രവേശിക്കണം എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു അവര്. രാവണന്റെ കാമവികാരത്തെയും വൈകൃത സ്വഭാവത്തെയും മാരീചൻ മടുത്തുപോയി മാരീചന്. പക്ഷെ അത്രയും ദുഷ്ടനായ ഒരാളുടെ കയ്യാൽ മരിക്കുവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാവണൻ ഏൽപ്പിച്ച ജോലി ചെയ്തോളാം എന്ന് സമ്മതിച്ചു മാരീചൻ. രാവണന്റെ ആവശ്യപ്രകാരം പ്രവർത്തിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. നീ പറയുമ്പോ പോലെ കേട്ടോളാം, ഇനി എന്നെ കൊല്ലാണ്ടെന്നാ മതി എന്നാണ്. മാരീചൻ മനോഹരമായ ഒരു പൊന്മാനായി രൂപം മാറി സീതയുടെയും രാമന്റെയും ശ്രദ്ധ ആകർഷിക്കാൻ നിസ്സംശയമായും പറ്റിയൊരു രൂപം. മാരീചൻ ചിന്തിച്ചു, എന്തൊരു ശുഭ ദിവസമാണെന്ന് പുലർന്നത്. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ 3 വ്യക്തികളുടെ ദർശനം കൊണ്ട് ഞാൻ അനുഗ്രഹീതനാവാൻ പോകുന്നു. എന്നിൽ സീതയുടെ കൃപാദൃഷ്ടി പതിക്കും. പിന്നെ രാമനെ അനുഗമിക്കും. കയ്യിലമ്പം വില്ലും ഉണ്ടാവും. ഞാൻ എത്ര ഭാഗ്യവാനാണ്. ആരെ ഇയാള് എന്ന് പണ്ട് വിശ്വാമിത്രന്റെ ആകരക്ഷക്ക് പോയ സമയത്ത് ഇയാള് ശ്രീരാമന്റെ ഭക്തനായി മാറിയെന്നല്ലോ. രാമന്റെ കാലടിപ്പാടിൽ കൂടെ നടക്കേണ്ടവനായ ദാസനാണ് ഞാൻ. എന്നാൽ എന്റെ നാഥൻ എന്നെ ഇപ്പോൾ അനുഗമിക്കും. തീർച്ചയായും ഞാൻ ഏറ്റവും നീചമായ ഒരു പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിന് നിർബന്ധിതനായതാണ്. അത് ഭഗവാനെ അറിയാലോ എന്നായി പറയുന്നത്. എന്റെ ഇച്ഛക്ക് അനുസൃതമായിട്ടല്ല അത്. ഞാൻ അതിൽ നിർബന്ധിക്കപ്പെട്ട നിലയിൽ ഏർപ്പെടേണ്ടി വന്നതാണ്. തന്മൂലം തന്നെ ഞാൻ ആ പാപത്തിൽ നിന്ന് വിമുക്തനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഞാൻ എന്ത് പാപം ചെയ്താലും രാമന്റെ തൃക്കയ്യാൽ അയക്കപ്പെട്ട രാമബാണം എന്നിലേൽക്കുമ്പോൾ ഈ കൃത്രിമമായ രൂപം അപ്രത്യക്ഷമാവും. അതായിരിക്കും എന്റെ സന്തോഷപൂർണമായ വിധി. ആവട്ടെ, സ്വീകരിക്കുകയല്ലാതെ നിവർത്തിയില്ലല്ലോ. എല്ലാവർക്കും അത്തരമൊരെന്തും കാക്ഷിക്കുവാൻ കഴിയുമോ? എല്ലാവർക്കും അത് നേടാനാകുമോ? ഇല്ലല്ലോ. രാമന്റെ കയ്യാൽ മരണം അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു ഭാഗ്യവും കൂടി എനിക്ക് ലഭിക്കും. ഞാൻ അവസാന ശ്വാസം വലിക്കുമ്പോൾ എന്റെ ദൃഷ്ടികൾ രാമനിൽ ഉറച്ചിരിക്കും. ആ ദിവ്യ സൗന്ദര്യം എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. ആ മധുരമായ നാമം എന്റെ നാവിന്മേലുണ്ടാവും. എന്റെ ജീവിതം എത്ര ഫലപ്രദമായിരിക്കുന്നു. ഇതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്നാണ്. എന്നേക്കാൾ ഭാഗ്യശാലി ഞാൻ മറ്റൊരാളെയും കാണുന്നില്ല. ഇതൊക്കെ പാപം മാരീചൻ മനസ്സിലിങ്ങനെ കണക്കൂട്ടാണ് ചെയ്യുന്നത്. ആശ്രമത്തിന് അഭിമുഖമായി മന്ദം നടന്നു പോകുമ്പോൾ മാരീചൻ മധുര ചിന്തകളിൽ മുഴുകി. സർവജ്ഞനായ രാമനും സർവജ്ഞയായ സീതയും അവന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. കണ്ടോ, പൊന്മാൻ എന്ത് ചെയ്തു? സങ്കോചത്തോടും സ്പഷ്ടമായ നടുക്കത്തോടും കൂടി കർണശാലയുടെ പരിസരത്തിലേക്ക് ചെന്നു. അത് സീതയിലും രാമനിലും നോട്ടങ്ങൾ ഉറപ്പിച്ച് കുറച്ചു സമയം നിന്നു. അനന്തരം കുറേ അടികൾ തുള്ളിച്ചാടി തെന്നി നീങ്ങി ഒരു വള്ളിക്കൂട്ടത്തിലെത്തി നോക്കി. കേവലം ജിജ്ഞാസ കൊണ്ടതിൽ കടന്നു. അതേ നിമിഷത്തിൽ തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു. അകത്തേക്ക് പോയി, വള്ളിക്കൂടലിന്റെ ഉള്ളിലേക്ക് പോയി, പുറത്തേക്ക് വന്നു, തുള്ളിച്ചാടി ഇങ്ങനെയൊക്കെ കളിക്കുക. രാമനും ലക്ഷ്മണനും അതിന്റെ ചേഷ്ടകൾ കണ്ടു.
പൊന്മാനിന്റെ ബാഹ്യശോഭ വിസ്മയപൂർവ്വം ദർശിച്ചു. കനകവർണ്ണമുള്ള ചർമ്മം കണ്ടവർ അതൊരു അസാധാരണ വർഗത്തിൽപ്പെട്ട മാനാണെന്ന് തീർച്ചപ്പെടുത്തി. സാധാരണ മാനുകൾക്ക് സ്വർണ്ണ നിറവും പുള്ളിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതിന്റെ പ്രത്യേക ലക്ഷണങ്ങൾ മനസ്സിലാക്കി. മാനിന്റെ ഭംഗിയാൽ അവർ അത്യന്തം ആകൃഷ്ടരാവുകയും ചെയ്തു. പാപം ലക്ഷ്മണൻ ഒന്നും അറിയുന്നില്ലല്ലോ ഇവരെ കണക്കൂട്ടലിൽ. അപ്പൊ സീത പറഞ്ഞു, ഈ മാനിനെ എനിക്ക് സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കൂട്ടാളിത്വത്തിൽ രസമായ സമയം കഴിക്കാമായിരുന്നു. നിങ്ങൾ രണ്ടാളും നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് അതുല്യമായി ഈ കളിച്ചങ്ങാതിയോടൊപ്പം കളിച്ചുകൊണ്ട് സന്തോഷിക്കാമായിരുന്നല്ലോ അല്ലേ? എന്റെ ലഘുവായ ഈ ആഗ്രഹം അങ്ങ് സാധിച്ചു തരില്ലേ എന്ന് ശ്രീരാമനോട് ചോദിക്കുകയാണ്. ഏകാകിനിയായിരിക്കുമ്പോൾ ഇതിനെ ഓമനിച്ചും ഇത് തുള്ളിച്ചാടി കളിക്കുന്നത് കണ്ട് രസിച്ചും എനിക്ക് സമയം കഴിക്കാമായിരുന്നല്ലോ. ഈ അസാധാരണ മൃഗത്തിൽ അതീവ താല്പര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് സീതാദേവി രാമനോട് അപേക്ഷിച്ചു. ഇത് കണ്ട് ലക്ഷ്മണൻ ഉടൻ പറഞ്ഞു, അമ്മേ, അവിടത്തേക്ക് വേണ്ടി ഞാൻ ഇതിനെ പിടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വസ്ഥാനത്ത് നിന്നും എഴുന്നേറ്റു. പക്ഷെ രാമനുണ്ടോ ഓടുന്നത്? അവര് കൺകൂട്ടിൽ തെറ്റിപ്പോവില്ലേ? പക്ഷേ രാമൻ അദ്ദേഹത്തെ തടഞ്ഞു. ആ മാൻ തന്റെ കയ്യിൽ മാത്രമേ വീഴുകയുള്ളൂ എന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നല്ലോ. ഈ തുടക്കത്തോടുകൂടി അഭിനയിക്കപ്പെടുന്ന നാടകത്തെപ്പറ്റി ലക്ഷ്മണനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പാവബുദ്ധിയാണ് ലക്ഷ്മണൻ. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഒരു മുറിവും പരിക്കും കൂടാതെ അതിനെ പിടിക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ അതിനെ പിന്തുടരാം. സീതയുടെ ആഗ്രഹത്തെ ഞാൻ തന്നെ സാധിപ്പിക്കേണ്ടതാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ നിശബ്ദനായി രാമന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഇരുന്നു. പാവം. ഇതിനു പുറമെ ഈ നാടകത്തിലെ അടുത്ത രംഗങ്ങളെ പറ്റി സീതയ്ക്കും രാമനും അറിവുണ്ടായിരുന്നിട്ടും രാമൻ അത് രഹസ്യമായി വെച്ചു. രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഇതിനെല്ലാം പറ്റി കവർന്നെന്താ ഇങ്ങനെ? ലക്ഷ്മണ, രാക്ഷസ നേതാക്കന്മാരായ കരനും ദൂഷണനും നമ്മെ ആക്രമിച്ചപ്പോൾ നടന്നത് ഓർക്കണേ. അവരുടെ ബന്ധുക്കളും സഖാക്കളും സൈന്യസമേതം വന്ന് നമ്മെ ആക്രമിച്ചേക്കാട്ടോ. അതുകൊണ്ട് വില്ലിന്മേൽ അമ്പു തൊടുത്തുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി 4 ഭാഗത്തും സൂക്ഷിക്കണേ. സീതക്ക് അതീവ ശ്രദ്ധയോടെ കാവൽ നിൽക്കണേ. ഒരു നിലയിലും ദേവി ഏകാകിനിയായി വിടരുത് കേട്ടോ. ഈ മാൻ എന്നിൽ നിന്നും രക്ഷപ്പെട്ട് വളരെ ദൂരത്തിൽ ഓടിക്കളഞ്ഞെന്നും വരാം. എനിക്കതിനെ ജീവനോടെ പിടിക്കണം. അതുകൊണ്ട് ഈ കാര്യം ചെയ്തു തീർക്കുന്നതിന് സമയം പിടിച്ചേക്കും. സീതയെ ഭീഷണിപ്പെടുത്തിയേക്കാവുന്ന ഏതൊരാപത്തിൽ നിന്നും നിന്റെ ബുദ്ധിയും പരാക്രമവും സന്ദർഭത്തിനനുസരിച്ച് പ്രയോജനപ്പെടുത്തിയും കൊണ്ട് അനുജ, നീ ദേവിയെ രക്ഷിക്കണം കേട്ടോ. അനന്തരം രാമൻ പാത്തും പതുങ്ങിയും ആ സ്വർണ്ണമാനിനെ പിന്തുടർന്നു. രാമനാകട്ടെ മുന്നോട്ട് നോക്കിയതേയില്ല. തന്നെ പിന്തുടരുന്ന രാമൻ മാനാണെങ്കിൽ മുന്നോട്ട് നോക്കുന്നില്ല. തന്നെ പിന്തുടരുന്ന രാമനിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് തല പിന്തിരിച്ച് അതിവേഗം ഓടി. ഈ പെരുമാറ്റം കൊണ്ട് രാമൻ സന്തുഷ്ടനായി. എന്തോ ദോഷവാനായി. മാരീചനാണെന്ന് രാമൻ അറിയാമായിരുന്നല്ലോ. രാമനെ അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മാരീചൻ രാമന്റെ വലിയൊരു ഭക്തനുമായിരുന്നു, അതും അറിയാം. രാമതത്വവും രാമന്റെ ശക്തിയും അനുഭവത്തിൽ അറിയുകയും സാക്ഷാത്കരിക്കുകയും ചെയ്ത ആളുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് രാമനും തന്റെ ദൃഷ്ടികൾ മാനിൽ ഉറപ്പിച്ചുകൊണ്ട് വളരെ താല്പര്യത്തോടുകൂടി അതിന്റെ പിന്നാലെ ഒരു നിമിഷം മാൻ രാമനെ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ വരും. പക്ഷേ അടുത്ത നിമിഷത്തിൽ രാമനെ കുറെ കൂടി ദൂരെ അകറ്റുന്നതിനായി ഒരു ചാട്ടത്തിന് ദൂരെ പോയി നിൽക്കും. ആശ കൊടുത്ത് നിരാശപ്പെടുത്തുന്ന ഈ കളി രാമൻ ആസ്വദിക്കുന്നതായി തോന്നി. എന്നാൽ കുറെ സമയം ഇങ്ങനെ കളഞ്ഞതിന് ശേഷം രാമൻ വില്ലിന് മേൽ അമ്പ് തൊടുത്തു. മാനിനെ ലക്ഷ്യമാക്കി വിട്ടു. അങ്ങ് വളരെ വളരെ ദൂരെത്തി. രാമബാണം തർക്ക സമയത്തുണ്ടല്ലോ ഇയാളൊരു അലർച്ച. എങ്ങനെയാണ്? പ്രാണവേദന. ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളിയാണ് ഇവിടെയൊക്കെ അട്ടിമറിച്ചത്. ഈ വിലാപം സീതയുടെ ലക്ഷ്മണന്റെയും കാതിൽ പതിച്ചു. ശബ്ദം ലക്ഷ്മണൻ കേൾക്കും മുമ്പേ സീത പറഞ്ഞു, ലക്ഷ്മണ കേട്ടുവോ? അത് നിന്റെ ജ്യേഷ്ഠന്റെ ശബ്ദമാണ്. അവിടുന്ന് നിന്ന് സഹായത്തിന് വിളിക്കുകയാണ്. പോകൂ, ക്ഷണം പോകൂ, താമസിക്കരുതേ. ഐന്ദ്രജാലികമായ രൂപമാറ്റത്തിലും കൗശലങ്ങളിലും ഈ രാക്ഷസന്മാർ അതിവിദഗ്ധന്മാരാണ്. സ്വന്തം ആകാരങ്ങളും സ്വഭാവങ്ങളും മാറ്റി അവർ ധാരാളം വിപത്തുകൾ ഉണ്ടാക്കും. നീ പോകൂ, നീ ആ വിളി കേട്ട സ്ഥലത്തേക്ക് പോകൂ. ലക്ഷ്മണൻ ക്ഷണത്തിൽ ചെല്ലണമെന്നതായിരുന്നു ദേവിയുടെ ആവശ്യം. എന്നാൽ വേഗം
രാവണന് വരാൻ പറ്റുള്ളൂ. ലക്ഷ്മണനാണെങ്കിലോ വളരെ ബുദ്ധിമാൻ. ഇവരുടെ സൂത്രമൊന്നും അതില്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ. കാര്യങ്ങൾ വിവേചിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും. ജ്യേഷ്ഠന്റെ നിർദ്ദേശങ്ങളെ ഭക്തിപൂർവ്വം അനുസരിക്കുന്ന ആളുമായിരുന്നു ലക്ഷ്മണൻ. രാമന്റെ കൽപ്പനകൾ സ്വന്തം ശ്വാസം പോലെ വിലപ്പെട്ടതായി അദ്ദേഹം കരുതി. അതുകൊണ്ട് തന്നെ പറഞ്ഞു, അമ്മേ. ഏടത്തിയമ്മേന്നല്ല വിളിച്ചത്, അമ്മേന്നാ വിളിക്ക. പറഞ്ഞിട്ടില്ലേ സുമിത്ര വരുമ്പോ രാമനൊരാപത്തും ഒരിക്കലും വരികയില്ല. എത്ര തന്നെ കൗശലക്കാരനായാലും ഒരു രാക്ഷസനും രാമദേവനെ ഉപദ്രവിക്കാനാവില്ല. ഒരു നിമിഷം കൊണ്ട് ആയിരക്കണക്കിന് രാക്ഷസന്മാരെ ഒടുക്കിയത് എങ്ങനെയെന്ന് ദേവി കണ്ടതല്ലേ. അതുകൊണ്ട് ഒട്ടും ഉത്കണ്ഠപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ. രാമൻ സുഖാവസ്ഥയിലും ദൃഢാരോഗ്യത്തിലും താമസിയാതെ ആശ്രമത്തിലേക്ക് വരും. പെട്ടെന്ന് അദ്ദേഹത്തിൽ വീണ്ടും കേട്ടു, ആ സീതേ, ആ ലക്ഷ്മണ. വീണ്ടും കരഞ്ഞു. സീതക്ക് ക്ഷോഭവും വിഷമവും കൂടുതലായി. അവർ പറഞ്ഞു, ലക്ഷ്മണ, നീ ഇങ്ങനെ കഠിനഹൃദയനായി പെരുമാറുന്നത് എന്താണ്? എനിക്ക് നിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാവുന്നില്ലല്ലോ. പോകൂ, വേഗം ജ്യേഷ്ഠന് വന്നുപെട്ട ആപത്തിൽ നിന്ന് രക്ഷിക്കൂ, അദ്ദേഹത്തെ സഹായിക്കൂ, പോകൂ. തന്റെ ഭയവും ഉത്കണ്ഠയും അവർക്ക് നിയന്ത്രിക്കാനായില്ല. ലക്ഷ്മണൻ തന്നെ വിട്ടുപോകാതിരിക്കാനായി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു. പാവം, ഒരു ഉപദ്രവത്തിനും രാമനെ സ്പർശിക്കാൻ പോലും സാധ്യമല്ലെന്ന് സീതക്കും അറിയാമല്ലോ. എന്നാലും അവതാര ദൗത്യം നടക്കണമല്ലോ. ആ വിലാപങ്ങളാൽ ദുഃഖിതയായ അജ്ഞയായ ഒരാളെന്ന പോലെ അവർ അഭിനയിച്ചു. ഒന്നും അറിയാത്തൊരു പൊട്ടത്തിയായിട്ട് അഭിനയിച്ചു. ലക്ഷ്മണൻ പല വഴികളിലും ഉറപ്പുവരുത്തുന്ന രീതിയിൽ സംസാരിച്ചു. ജ്യേഷ്ഠന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കാൻ സാധ്യമല്ലെന്ന് ദയനീയമായി വാദിച്ചു. തന്റെ വാദങ്ങളും അഭ്യർത്ഥനകളും എല്ലാം ചെയ്ത് തള്ളിക്കളഞ്ഞ സമയത്ത് ലക്ഷ്മണനൊടുവിൽ പറഞ്ഞു, അമ്മേ, രാമന്റെ ആജ്ഞ എന്റെ ജീവിതം തന്നെയാണ്. അതെന്റെ ശ്വാസം പോലെ വിലപ്പെട്ടതായി ഞാൻ പരിഗണിക്കുന്നു. അമ്മയെ ഒരിക്കലും കാവലില്ലാതെ വിട്ടുപോകരുതെന്നും എപ്പോഴും ദേവിയുടെ രക്ഷക്ക് ഞാൻ ഉണ്ടായിരിക്കണമെന്നും രാമൻ എന്നോട് പറയുന്നത് അമ്മ കേട്ടതല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ എവിടെ നിന്നൊരടി പോലും അകലെ പോവുകയില്ല. അപ്പോഴെന്ത് ചെയ്തു? ലക്ഷ്മണനെ ദൂരെ അയക്കണമെന്ന് സീത തീരുമാനിച്ചു. കാരണം രാവണൻ ആശ്രമത്തിൽ വരേണ്ടതുണ്ടായിരുന്നുവല്ലോ. രാവണനെയും രാക്ഷസരെയും നശിപ്പിക്കുവാനായി രാമനാൽ ആസൂത്രിതമായ പദ്ധതി നടപ്പിലാക്കണം. അത് ഞാൻ തന്നെ ചെയ്യേണ്ടതുമാണല്ലോ എന്നാണ് സീത വിചാരിച്ചത്. അതെന്റെ കടമയാണല്ലോ. അതുകൊണ്ട് ലക്ഷ്മണൻ തന്റെ നിർദ്ദേശം അനുസരിക്കത്തക്ക വിധം സീത തന്റെ വാദത്തിൽ തന്നെ മുറുകെ പിടിച്ച് വളരെ നിശ്ചിതമായി സംസാരിച്ചു. കുറച്ച് മോശമായിട്ട് സംസാരിച്ചു സീത. ലക്ഷ്മണൻ കൈത്തലങ്ങളെ കൊണ്ട് കാതുകൾ പൊത്തി. തന്റെ നേരെ ഉണ്ടായ ആരോപണങ്ങൾ, നിനക്ക് എന്റെ ഭർത്താവിനെ കൊണ്ട് നിനക്ക് എന്നെ എടുക്കണം എന്നല്ലേ, അതല്ല നിന്റെ വിചാരം എന്നൊക്കെയാണ്. എന്തല്ലോ ഞാൻ ചത്താലും ഞാൻ നിന്റെ ഈ ആഗ്രഹത്തിന് വഴിപ്പെടൂല എന്നൊക്കെയാണ് സീത പറഞ്ഞത്. എങ്ങനെയെല്ലാം ദുർവാക്കുകൾ പറഞ്ഞു സീത. ചെവി പൊത്തി. അമ്മേ, അവിടെ നിന്ന് എന്റെ മേൽ ചൊരിയുന്ന അമർഷം മുഴുവൻ ഞാൻ സഹിച്ചു കൊള്ളെങ്കിലും ഞാൻ പോവില്ല. അതന്നെ. പക്ഷെ സീത തന്റെ ആക്ഷേപത്തിന് കടുപ്പം കൂട്ടി. രാമനെ രക്ഷിക്കാനായി പോകാനാവുകയില്ലെങ്കിൽ താൻ തന്നെ അവിടെ പോകുമെന്ന് ഭീഷണിപ്പെടുത്ത സമയത്ത് ലക്ഷ്മണന് ഗത്യന്തരം ഉണ്ടായില്ല. അതിൽ കൂടുതൽ സഹിക്കുവാനും കഴിഞ്ഞില്ല ലക്ഷ്മണന്. രാമനെ അന്വേഷിച്ചുകൊണ്ട് കാട്ടിലെങ്ങും മലയാൻ സീതയെ അനുവദിക്കാനും ലക്ഷ്മണന് കഴിയുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഹൃദയഭാരത്തോടുകൂടി രാമനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വാതിലടച്ചുള്ളിൽ ഇരിക്കണമെന്നും ഒരിക്കലും പുറത്തേക്ക് വരരുതെന്നും ആശ്രമം വിട്ടു പോവാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മണൻ സീതയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതൊക്കെ കേട്ടിട്ടും അങ്ങനെയാണ് സീതയുടെ ദുർവാക്കുകളൊക്കെ കേട്ടിട്ടും വളരെ സൗമ്യമായിട്ട് അങ്ങനെ പറഞ്ഞു, പുറത്തു പോവല്ലേ, അങ്ങനെ അവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. നീങ്ങാൻ ശക്തിയില്ലാതെയും തീരെ മനസ്സില്ലാതെയുമാണ് അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് പുറത്തു പോയത്. ലക്ഷ്മണൻ തിരിഞ്ഞു നിന്ന് വനദേവതകളെ അഭിസംബോധന ചെയ്ത് സീതയെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞു. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളു മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. എഴുത്തച്ഛന്റെ രാമായണം. അദ്ദേഹം ആശ്രമത്തിന് ചുറ്റും 4 വര വരച്ചു. അവയിൽ അസാധാരണവും അതിപ്രബലവുമായ മന്ത്രശക്തിയെ ആവാഹിച്ചുകൊണ്ട് യാതൊരു ന്യായത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി ഒരു നിലയിലും ആ വരകൾക്കപ്പുറം കടക്കരുതെന്ന് സീതയോട് അപേക്ഷിക്കുകയും ചെയ്തു. സദ്ഗുണസമ്പന്നനായിരുന്നു ലക്ഷ്മണൻ. ഒരേ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെട്ട 2 വ്യത്യസ്തങ്ങളായ കൽപ്പനകൾക്കിടയിൽ അദ്ദേഹം കുടുങ്ങിപ്പോയി. രണ്ടും അനുസരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അമ്മ ദുർവാക്കുകളല്ലേ പറഞ്ഞത്.
സീത. അതുകൊണ്ട് അദ്ദേഹം കഠിനമായ മനോവേദനക്ക് അധീനനായി. ഒഴിച്ചുകൂടാതെ ആവശ്യം ഹേതുവായി അദ്ദേഹത്തിന് രാമന്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കേണ്ടി വന്നു. സീതയെ ഏകാകിനിയായി അരക്ഷിതാവസ്ഥയിൽ വിടേണ്ടി വന്നു. ഭയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ത്രസിപ്പിച്ചു. നടക്കാൻ കാലുകൾ കൂട്ടാക്കിയില്ലെങ്കിലും അദ്ദേഹം നടന്നു. ഓരോ ചുവടും മുമ്പോട്ട് വെക്കുമ്പോഴും അദ്ദേഹം ആശ്രമത്തിന്റെ നേർക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പാപം. ഇങ്ങനൊരു മാതൃഭക്തിയിൽ ഒരു അന്യൻ ഉണ്ടാവുമോ? അതേസമയം രാവണൻ തന്റെ വേഷഭൂഷാദികൾക്ക് മാറ്റം വരുത്തുകയായിരുന്നു. കാരണം അയാൾ ഈ അവസരത്തിന് വേണ്ടിയല്ലേ കാത്തുനിന്നിരുന്നത്. രാവണൻ സന്യാസിയുടെ രൂപം സ്വീകരിച്ചു. രാവണൻ എന്ന നാമം കൊണ്ട് മാത്രം ദേവന്മാരെയും വസന്മാരെയും കിട്ടുകിട്ടാ വറപ്പിക്കുവാനുള്ള നൈസർഗിക ശക്തി ഉണ്ടായിട്ട് കൂടി കൗശലക്കാരനായ ശുനകനെ പോലെ മോഷണം നടത്തുക എന്നതായിരുന്നു രാവണന്റെ ഉദ്ദേശം. തന്റെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അദ്ദേഹം കപടമായി വിറക്കുന്ന ഹൃദയത്തോടുകൂടി ആശ്രമത്തിനകത്ത് കടക്കുവാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മണൻ വരച്ച മന്ത്രശക്തിയുള്ള രേഖകളിൽ നിന്നും അഗ്നിജ്വാലകൾ ഉയർന്നു. ഓഹോ, തന്റെ പദ്ധതിയെല്ലാം പൊളിയുമല്ലോ എന്നുള്ള വിചാരം. ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചേക്കും എന്നും വിചാരം. അങ്ങനെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കപട സന്യാസി വരയ്ക്കിപ്പുറം നിന്ന് വിളിച്ചു, ധർമ്മന്തരണേ ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. സീതാവിളി കേട്ടു. അത് രാവണനാണെന്ന് അറിയുകയും ചെയ്തു. അവർ ഫലമൂലങ്ങൾ കൈകളിൽ എടുത്തുകൊണ്ട് പുറത്തു വന്നു നിന്നു. എന്നാൽ രാവണൻ അവ സ്വീകരിക്കുന്നതിനായി സീതാ സമീപം പോകാൻ ധൈര്യപ്പെട്ടില്ല. രാവണൻ പറഞ്ഞു, ഞാനൊരാശ്രമത്തിന്റെയും അടുത്ത് പോകാറില്ല, അതെന്റെ വ്രതമാണ്. സീത അടുത്തു വന്ന് ഭിക്ഷ കയ്യിൽ കൊടുക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അങ്ങനെ രണ്ടൂട്ടം കടക്കാൻ നോക്കി ഉദ്യാസുരൻ. അപ്പോൾ അഗ്നി എന്ന് വന്നതുകൊണ്ടാണ്. സീത മറുപടി പറഞ്ഞില്ല. എന്റെ ദേവൻ പറഞ്ഞ രേഖകൾക്കപ്പുറം പോകാൻ എനിക്ക് സാധ്യമല്ല. പൂജ്യനായ അതിഥി അങ്ങ് ഇങ്ങോട്ട് വന്നിവ സ്വീകരിക്കാനും. ഇത് കേട്ടപ്പോൾ കപട സന്യാസി നിർബന്ധിച്ചു, മഹതിയെ, ഞാൻ ആ വര കടന്ന് അപ്പുറം വരികയില്ല. മാത്രമല്ല, ഒരു വരക്കപ്പുറം നിന്ന് തരുന്ന ഭിക്ഷ സ്വീകരിക്കുവാൻ എനിക്ക് സാധ്യവുമല്ല. നമ്മൾ പറയില്ല, അവിടുത്തും പുറത്തുമായി നിന്നിട്ട് കൊടുക്കാനും വാങ്ങാനും പാടില്ല. അതുപോലെ ഇയാള് പറയുന്നു, എന്നെ പോലെയുള്ള തപസ്സുകൾക്ക് സാധ്യവുമല്ല. വരൂ, എനിക്ക് ഭിക്ഷ നൽകൂ. എനിക്ക് വിശക്കുന്നു, വല്ലാതെ വിശക്കുന്നു. സീതേനെ തിന്നേണ്ട വിശപ്പ് ദുഷ്ടന്. പലവട്ടം കിതക്കുകയും മാങ്ങയം കാട്ടുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ ഭാഗം ഭംഗിയായി അഭിനയിച്ചു. അയാളുടെ വിഷമം കണ്ട് തന്റെ കയ്യിലുള്ള ഫലമൂലങ്ങൾ രാവണന് കൊടുക്കുവാൻ സീത തീരുമാനിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരു നിമിഷത്തിനുള്ളിലാണ് സംഭവിച്ചത്. വളരെയധികം സമയം ഇതിനെടുക്കേണ്ടി വന്നില്ല. സീത മുറിച്ചു കടക്കാലോ. സീത വര മുറിച്ചു കടന്നു. രാവണൻ ഉടൻ സീതയെ കൈകൊണ്ട് പിടിച്ചു വലിച്ച് എടുത്ത് പൊക്കി കൊണ്ടുപോയി അടുത്ത് നിർത്തിയിരുന്നു. തേരിൽ കയറ്റി ദേവിയുടെ അലമുറ കൊള്ളലൊന്നും അസുരൻ ചെവിക്കൊണ്ടില്ല. ഭീകരമായ ശീഘ്രതയോടെ തേരോടിച്ചു. സീത വിലപിക്കാൻ തുടങ്ങി. രാമാ ലക്ഷ്മണ വരൂ, ദുഷ്ടരാക്ഷസൻ എന്നെ രക്ഷിക്കൂ എന്ന് കരഞ്ഞു പറയാൻ തുടങ്ങി. പഞ്ചവടിക്ക് ചുറ്റുമുള്ള തപസ്സുകളും വനവാസികളും ഈ വിലാപം കേട്ടു. പക്ഷെ അവർക്ക് ആർക്കും ദേവിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദേവിയുടെ വേദനയുടെ ശബ്ദം മൂലം വനം മുഴുവനും ചവിട്ട് നിറമായി മാറി. ഓ രാമാ, ഓ നാഥ, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ, ഈ രാക്ഷസനിൽ എന്നെ രക്ഷിക്കൂ. കാട്ടിലാകെ മാറ്റി കൊണ്ടിരിക്കുന്ന വിലാപം അതായിരുന്നു. ആ ദുഃഖം സർവചരാചരങ്ങളെയും വ്യസനാക്രാന്തമാക്കി. തേരിൽ നിന്നും സീത രാവണൻ താക്കീത് ചെയ്തുകൊണ്ടിരുന്നു. രാവണ, നിന്റെ നാശത്തിനായി നീ തന്നെ രാജപാത വെട്ടുകയാണ് കേട്ടോ. നീ നിന്റെ സാമ്രാജ്യത്തെയും പ്രജകളെയും നിന്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കുകയാണ് കേട്ടോ. ഈ മഹാപാപം ചിരിയോടുകൂടിയാണ് നീ ചെയ്തത്. കണ്ണീരോടെ നിനക്ക് ഇതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. നീ ഇപ്പൊ ചിരിച്ചോണ്ടല്ലേ എന്നെ പിടിച്ചിട്ടേരില്ല കയറ്റി. നീ കരഞ്ഞോണ്ട് ഇനി ഉത്തരം പറയേണ്ടി വരുന്നു. ദുഷ്ട, നിന്നെ പോലെ തപസ്സനുഷ്ഠിച്ചിരുന്നവർക്ക് യോജിക്കാത്ത കൃത്യമാണിത്. ദേവി പല ഉപദേശങ്ങളും രാവണന് കൊടുത്തു, പല മുന്നറിയിപ്പുകളും നൽകി. ഇടയ്ക്ക് രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് കേണ് തന്നെ രക്ഷിക്കാൻ അവർ അപേക്ഷിക്കുകയും ചെയ്തു. വെറുതെ കരച്ചിലായി, കള്ളക്കരച്ചിലറിയില്ലത്. കഴുകന്മാരുടെ രാജാവായ ജടായു എന്ത് ചെയ്തു? ദീനദീനമായ വിലാപം കേട്ടു. അത് സീതയുടെ ശബ്ദമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പാവം രാവണന് രഥത്തിൽ സീതയുണ്ടെന്ന് ജടായു മനസ്സിലാക്കി. ദുഷ്ടനായ രാവണനോട് യുദ്ധം ചെയ്യാൻ തക്കതായ ബലം പ്രായാധിക്യം മൂലം തനിക്കില്ലാതെ പോയതിനെ പറ്റി അദ്ദേഹം ദുഃഖിക്കുകയാണ്. അവനെ തടയാഞ്ഞാൽ അതും തെറ്റാണെന്ന് തോന്നി. യൗവനൊക്കെ നശിച്ചിട്ടുണ്ട് ഐശ്വര്യ ജടായുവിനെ.
ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നവന്റെ പിടിയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിലും വലിയ പുണ്യകർമ്മമില്ല. സീതയെ രക്ഷിക്കാൻ ജടായു തീരുമാനിച്ചു. അതിനായി തന്റെ ശക്തിയും കുശലതയും ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആകാശത്തിൽ വട്ടത്തിൽ പറന്നുകൊണ്ട് ജടായു ഉച്ചത്തിൽ പറഞ്ഞു, ദേവി ഭയപ്പെടണ്ടോ, ഈ ക്രൂരനായ നീചനെ നശിപ്പിച്ച് ഞാൻ ദേവിയെ മോചിപ്പിക്കും. ഞാൻ രാമസന്നിധിയിൽ ദേവിയെ എത്തിക്കോട്ടോ, കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. രഥത്തിന്റെ മാർഗത്തിൽ കുറുകെ പറന്നുകൊണ്ട് അനേകവട്ടം ജടായു തന്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് രാവണനെ പോയി. രാവണന്റെ ശരീരത്തിലും ധാരാളം രക്തം ഒഴുകി. മുട്ടുമ്പോഴത്തേക്ക് ചോര വരും. ചോര അത്രക്കും നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ആരോഗ്യവാനല്ലേ. ജടായു ചിറകുകൊണ്ടടിച്ച് തേർ തകർക്കാൻ ശ്രമിച്ചു. തേരിന്റെ ഗതിവേഗം തടയുന്നതിന് ചിറക് വീശി ഭയങ്കരമായ ഒരു കാറ്റുണ്ടാക്കി. അതിനെ പറന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ രാവണൻ തന്റെ തെറ്റ് തിരുത്താനുള്ള വിശേഷപ്പെട്ട ഉപദേശങ്ങളും നൽകി. രാവണ, ഈ നടപടി നിനക്ക് നല്ലതല്ല കേട്ടോ, ഇത് നന്മ വരുത്തുകയില്ല. സീതയെ മോചിപ്പിച്ച് രാജധാനിയിലേക്ക് സുരക്ഷിതമായി പോകൂ, അല്ലെങ്കിൽ അഗ്നിയിൽ ശലഭം എന്ന പോലെ നീയും നിന്റെ വർഗവും രാമന്റെ ക്രോധാഗ്നിയിൽ ദഹിക്കും. ഓർത്തുകൊള്ളുക, നിന്റെ അഹങ്കാരം നിന്റെ പരിപൂർണമായ നാശത്തിന് കാരണമാകും. അന്യന്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോകുന്നത് മഹാപാതകമാണ്. പാപപൂർണമായ ഒരു ഹൃദയമേ പരതാരങ്ങളെ കൊതിക്കുകയും അവൾ അന്വേഷിച്ച് അലയുകയും ചെയ്യുകയുള്ളൂ. നായ്ക്കളെക്കാളും മൂർഖന്മാരെക്കാളും നികൃഷ്ടമായ മൃഗങ്ങൾ മാത്രമേ ഇത്രയും മതപ്പതിക്കുകയുള്ളൂ. വരാനിരിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിക്കാതിരിക്കത്തക്ക വിധം അത്ര ഭ്രാന്തമായ നിലയിലാണ് നീ പ്രവർത്തിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, ഇതിനേക്കാൾ മ്ലേച്ഛമായി മറ്റേതെങ്കിലും കുറ്റമുണ്ടോ? നിന്നെ പുത്രനായി അവകാശപ്പെടാൻ തക്കവണ്ണം എന്തൊരു പാപമാണ് നിന്റെ അമ്മയെ മറ്റും ചെയ്തിട്ടുണ്ടായിരിക്കുക. ദുഷ്ട, നിന്റെ കായശക്തിയും സമ്പത്തും നിന്റെ നിയന്ത്രണത്തിലുള്ള ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടാണ് നിന്റെ തല തിരിഞ്ഞു പോയത്. ഇതെന്നാ കേൾക്കും, ഇതെല്ലാം കത്തി നശിച്ചാമ്പലാകും. നീ തപശക്തി കൊണ്ട് നേടിയ ശക്തികളും ഒരു നിമിഷത്തിനുള്ളിൽ നശിച്ചു പോകും. മറ്റു രാക്ഷസന്മാർ നിന്റെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോവുകയോ അന്യായമായി ആശിക്കുകയോ ചെയ്താൽ നീ ശാന്തനായി നിഷ്ക്രിയനായി നിൽക്കുമോ? പരമദുഷ്ട, സ്ത്രീകളെ ബഹുമാനിക്കാത്തവർ ദാരുണമായ ദൗർഭാഗ്യം തങ്ങളുടെ തലയിലേക്ക് വലിച്ചു കയറ്റുകയാണ്. അമൂല്യമായ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ജടായു രഥത്തിനൊപ്പം കുറേ ദൂരം പറന്നു. ജടായുവിന്റെ വാക്കുകൾ സീതക്ക് വളരെയേറെ ആശ്വാസം പകർന്നു. ദേവിക്ക് മനസ്സിന് സുഖം തോന്നി. ജടായുവിന്റെ വാക്കുകൾ രാവണനെ ചൊടിപ്പിച്ചു. ദേവിക്ക് സന്തോഷമായിരുന്നെങ്കിൽ രാവണനെ ചൊടിപ്പിച്ചു. രാക്ഷസൻ തേര് നിർത്തി. സീതയെ തേരിൽ നിന്നിറക്കി ഒരു മരച്ചുവട്ടിൽ ഇരുത്തി രാവണൻ ജടായുവിനെ നേരിടാൻ തയ്യാറായി. അതായിരുന്നു ജടായു ആഗ്രഹിച്ചതും. പക്ഷേ പ്രായാധിക്യമുള്ള ജടായുവിന് അധിക നേരം യുദ്ധം ചെയ്യാനായില്ല. താമസിയാതെ അദ്ദേഹം കീഴടക്കപ്പെട്ടു. പക്ഷേ പോരാട്ടത്തിൽ രാവണന്റെ കിരീടം തട്ടി താഴെയിടാനും കുറെ കേശരോമങ്ങൾ പിഴുതെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ചെയ്തു. കുറെ തലമുടിയെല്ലാം പിച്ചി പറിച്ചെടുത്ത് താഴെയിട്ടു. കിരീടവും താഴെയിട്ടു. അദ്ദേഹം രാക്ഷസന്റെ രാജാവിന്റെ കിരീടം മുഴുവൻ കൊത്തിക്കീറി രാവണ ശരീരം രക്തം പ്രവഹിക്കുന്ന ഒരു മാംസപിണ്ഡമായി മാറി. പക്ഷിരാജാവിന്റെ കൊക്കും വിസ്തൃത പക്ഷങ്ങളും രാവണനെ വല്ലാതെ പേടിപ്പിച്ചു. രാവണൻ എന്ത് ചെയ്തുന്നോ, വല്ലാതെ തളരാൻ തുടങ്ങി. അവസാനത്തെ അഭയസ്ഥാനം എന്ന നിലയിൽ രാവണൻ ചന്ദ്രഹാസം പ്രയോഗിച്ച് ജടായുവിന്റെ 2 പക്ഷങ്ങളും ഖണ്ഡിച്ചു. അതോടെ പക്ഷിശ്രേഷ്ഠൻ നിസ്സഹാനൊന്നും ചെയ്യാൻ പറ്റണ്ടല്ലേ. പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം. പക്ഷികൾക്ക് പക്ഷങ്ങൾ ശ്വാസങ്ങൾ പോലെയാണല്ലോ. ജടായു പ്രാണവേദനയാൽ രാമനാമവും ജപിച്ചുകൊണ്ട് നിലത്തു വീണു. എന്റെ സ്വാമിയുടെ കാര്യത്തിന് ഞാൻ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. പക്ഷെ എന്റെ പരിശ്രമം വിജയിച്ചില്ലല്ലോ. അത് രാമന്റെ ഇച്ഛയായിരിക്കും. ലോകത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇതെല്ലാം തന്നെ ആസൂത്രണം ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ സീതയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ ഈ ദുഷ്ടന്? എനിക്കിനി രാമദേവന്റെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എനിക്ക് അവിടുത്തെ കണ്ട് ഈ വാർത്ത അറിയിക്കാൻ കഴിയണേ. അതുവരെ ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കണേ. ഇതിനേക്കാൾ വലുതായി മറ്റൊന്നും ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജടായു കണ്ണടച്ചു പ്രാർത്ഥനയിൽ മുഴുകി. മരിച്ചിട്ടില്ല കേട്ടോ. പ്രാർത്ഥനയിൽ ശ്രീരാമചന്ദ്രൻ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു. ഇതിനിടയിൽ രാവണൻ സീതയെ വീണ്ടും തേരിൽ കയറ്റി ഇരുത്തിയിരുന്നു. പിന്നീട് വളരെ വേഗത്തിലും പ്രക്ഷുബ്ധാവസ്ഥയിലും തേരോടിച്ചു. ജടായു ആ രംഗം കണ്ടു സഹായത്തിന് അപേക്ഷിച്ചുകൊണ്ടുള്ള സീതയുടെ വിലാപവും കേട്ടു. അങ്ങനെ സീത കരഞ്ഞുകൊണ്ട് പോവുകയാണ്.
ജടായു കഠിന വേദനയിലാണ്ടു. രാവണനെ തടസ്സപ്പെടുത്താൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ണീർ കയത്തിലായി. ഹൃദയം രാമനെ അഭിലഷിച്ചുകൊണ്ടും രസന രാമനാമം വിലപിച്ചുകൊണ്ടും ജടായു കാത്തിരുന്നു. മൃത്യു ആസന്നമാകുമ്പോൾ, ആപത്ത് വളരെ അടുത്തെത്തുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും കാര്യങ്ങൾ ധരിപ്പിക്കാനും പ്രകൃതി അപ്രതീക്ഷിതമായ ഒരു രീതിയിൽ പെരുമാറുന്നുണ്ടാകും. കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു. തന്റെ അവസാനം അടുത്തതിനാലും തന്റെ ബന്ധുമിത്രാദികൾ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റപ്പെടുവാൻ ഇരിക്കുന്നതിനാലും രാവണനും ഈ രീതിയിലാണ് പെരുമാറിയത്. ജടായു ഈ സത്യം മനസ്സിലാക്കി രാമദർശനം പ്രതീക്ഷിച്ച് സ്വന്തം ഇച്ഛാശക്തിയാൽ ജീവിതം നീട്ടിക്കൊണ്ട് ജടായു അവിടെ കിടന്നു. ജടായു സീതയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, രാമനെ കാണുന്നത് വരെ എനിക്ക് ജീവൻ നിലനിൽക്കണമേ എന്ന്. അതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. രാമൻ അടുത്തെത്തും. രാമന്റെ മടിയിൽ കിടന്ന് ജടായു മരിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം. നാളത്തെ എപ്പിസോഡിൽ അതൊക്കെ ആയിരിക്കും പ്രതിപാദ്യ വിഷയം. ഇന്നിപ്പോ നമുക്കൊരു ഭഗവാനൊരു മംഗളം പാടി മതിയാക്കാം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദാന്ത വേദവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം.